ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ വരവേൽപ്പ് നേടിയെടുത്ത ലാലേട്ടൻ സിനിമയാണല്ലോ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന എമ്പുരാൻ. നാളെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇനി സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കാനായിട്ട് വളരെ കുറച്ച് മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പലതവണ നമ്മോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഇനിയും കൃത്യതയാർന്ന മറുപടി എന്ന് പറയാനായിട്ട് സമയമായിട്ടില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം അത് എമ്പുരാൻ എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് തന്നെയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മറ്റ് പല മീഡിയകളിൽ പലതവണ പല രീതിയിൽ പല ഫിഗേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചത് ഏകദേശം ഒരു മാസം മുന്നേ സുരേഷ് കുമാറാണ്. 141 കോടി തന്നോട് ആന്റണി പെരുമ്പാവൂർ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു. അതിനെ ചൊല്ലി വലിയ വിവാദമെല്ലാം തന്നെ ആ സമയത്ത് സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം 150 കോടി സിനിമയുടെ ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജും സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ സിനിമ കണ്ട് ആ സിനിമയുടെ ബഡ്ജറ്റ് എത്ര എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞത്. പിന്നീട് ഗോകുലം മൂവീസിന്റെ ഉടമ കൂടിയ ഗോകുലം ഗോപാലൻ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ വെളിപ്പെടുത്തിയത് 180 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു ഹിന്ദി അഭിമുഖത്തിൽ സിനിമയുടെ ബഡ്ജറ്റ് 150 കോടി കടന്നിട്ടില്ല എന്ന് വീണ്ടും സംവിധായകൻ പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആകെ മൊത്തത്തിൽ സിനിമയുടെ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ തുടരുകയാണ്. അതെന്തായാലും റിലീസിന് ശേഷമെങ്കിലും ആരെങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകരെ വെളിപ്പെടുത്തുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ബഡ്ജറ്റ് എന്തുമാകട്ടെ സിനിമ നാളെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായാൽ എത്രത്തോളം കളക്ഷൻ വരുമെന്നാണല്ലോ കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിലും സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നല്ല അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്താൽ ഏറ്റവും കുറഞ്ഞ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മുടെ പ്രതീക്ഷകൾ പ്രകാരം 300 കോടി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കടക്കുമെന്നാണ്. കേരളത്തിലും വിദേശത്ത് നിന്നുള്ള ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നമ്മുടെ ഒരു പ്രതീക്ഷ പ്രകാരം 100-150 കോടി റേഞ്ചിലാണ്. അതായത് ഈ രണ്ട് മേഖലകളിലും 100-150 കോടി റേഞ്ചിൽ കളക്ഷൻ വരുമെന്നാണ്. ഇതിനുമപ്പുറം പോകാനുള്ള സാധ്യതകൾ സിനിമയ്ക്കുണ്ട് നിലവിലെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 300 കോടിയിലധികം സിനിമയ്ക്ക് ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാകും. അതിനുമപ്പുറം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായാൽ 400-500 കോടി രൂപയ്ക്ക് മുകളിൽ ഒരുപാട് മുകളിലേക്ക് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പോകാനായിട്ട് ഏറ്റവും ഡിസർവ് ചെയ്യുന്ന മലയാളം സിനിമയാണ് എമ്പുരാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും നിലവിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് അപ്പുറമാണല്ലോ. അതേപോലെ തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനും ഒരുപാട് അപ്പുറം തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഫൈനൽ ഫിഗേഴ്സും എത്ര? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.